ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞാനും തേജും കൂടിയിട്ട് ഇത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കസിനെ കൂടി കല്യാണം ഉണ്ട്. തേജോ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ആഴ്ചയിൽ എനിക്ക് വീട്ടിൽ കല്യാണമാണോ എന്ന്, എന്താ ചെയ്യാ? കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ ഉള്ളവർക്ക് അറിയാം. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കസിൻസ് ഉണ്ട് കൊറേ അല്ലേ തേജോ? കുറച്ചൊന്നുമില്ല, കൊറേ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് മാള് മാം ഉണ്ട്, അച്ചു മാം ഉണ്ട്, ആദ്യ മാം ആയിട്ടില്ല കേട്ടോ, ആദ്യ മാം ചെറുതാണ്. അപ്പൊ കൊറേ ഇതോട് കൂടി കഴിഞ്ഞു കേട്ടോ. ഈ കൊല്ലത്തെ കഴിഞ്ഞു തോന്നുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ ഇതോട് കൂടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതോട് കഴിഞ്ഞിട്ടില്ല, ഞാൻ പറയട്ടെ. അപ്പൊ ഒരാളെയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതും കൂടി കഴിഞ്ഞാൽ ഇനിയിപ്പോ കല്യാണങ്ങളുണ്ടോ എന്റെ അറിവിലില്ല, ലാസ്റ്റത്തെയാണ് കേട്ടോ. പക്ഷെ ഇത് ഞാൻ തലേന്ന് പോയിട്ട് വരണുള്ളൂ കേട്ടോ. ഇന്ന് പോവും, നാളെയാണ് കല്യാണം. അപ്പോൾ ഞായറാഴ്ചയാണ് കല്യാണം. ഞാൻ ശനിയാഴ്ച തലേന്ന് പോയിട്ട് ഞായറാഴ്ച രാവിലെ പോവും. കല്യാണം ഫംഗ്ഷനൊന്നും കൂടാൻ പറ്റില്ല, തലേന്നത്തേക്കേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നൊന്ന് പോയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ വിൻഷാട്ടല്ല കേട്ടോ, വിൻഷാട്ടൻ പാലക്കാടാണ്. അന്ന് ക്ലോസിംഗ് ഒക്കെ ആയ കാരണം അവിടെ ആയിരിക്കും. അപ്പൊ വിൻഷാട്ടൻ കല്യാണത്തിനൊന്നും ഉണ്ടായിരിക്കില്ല, ഞാനും തേജും മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. ആരൊക്കെ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ ആഴ്ചയിൽ കല്യാണമാണോ വീട്ടിൽ നിന്ന്, അതായിട്ട് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. നല്ല രസമല്ലേ? അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. പിന്നെ അറിയാലോ, ആര്യ റെസ്റ്റിലാണ്. ആര്യ ഉണ്ടായിരിക്കില്ല കല്യാണത്തിനൊന്നും, കാരണം ആര്യക്ക് ഫുള്ളായിട്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഫുൾ ബെഡിൽ ഇങ്ങനെ കിടക്കേണ്ട ഒരു ഇതിലാണ് പോണത്. രണ്ടരാഴ്ച അങ്ങനെ നല്ല ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവളോട്. അതുകൊണ്ട് അപ്പോൾ അവളെ ഒന്ന് കാണണം. അവൾക്ക് അഡ്മിറ്റ് ആയ സമയത്ത് ഞാൻ കണ്ടു, കുറേ പേരുടെ കമൻസ് കണ്ടു. ഞാൻ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തു കേട്ടോ. ചേച്ചി ആര്യ ചേച്ചിനെ കാണാൻ പോയില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, കാരണം പെട്ടെന്നാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവണത്. അവൾക്ക് പെട്ടെന്ന് വയ്യാണ്ടാവണമെന്നും കൊണ്ടുപോകണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ സംഭവം സ്പോട്ടിൽ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ വിളിക്കും, അന്വേഷിക്കും, കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇന്നിപ്പോൾ അഡ്മിറ്റ് ആക്കി വെച്ചാൽ നാളെ പിറ്റേന്ന് വൈകിട്ടോട് കൂടി അവളെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയായാലും പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ, വീട്ടിൽ നിന്നും പോകണം, കേച്ചേരി എന്നൊക്കെ പറയും, അവിടെയാണ്. പിന്നെ വിൻഷാട്ടിന് ഇവിടെ ഉണ്ടായിരുന്നില്ല, വിൻഷാട്ടിനൊക്കെ പാലക്കാട് പോയി കിടന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ. പിന്നെ തേജു ക്ലാസ്സിൽ പോയിട്ടുണ്ടാവാൻ വരും. അപ്പൊ നമുക്ക് അങ്ങനെ ഓടി വേഗം പോയി വരാൻ പറ്റുന്ന ദൂരമല്ല. സാഹചര്യങ്ങളൊന്നും നമുക്ക് പോവാൻ പറ്റിയ സാഹചര്യം ആടുന്നില്ല. പിന്നെ വന്നിട്ട് ഞങ്ങളിപ്പോ വീട്ടിൽ പോവാണേ. അതുകൊണ്ട് എനിക്ക് അപ്പ പോവാൻ പറ്റില്ല. പിന്നെ അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ, വല്യമ്മയായാലും ചേട്ടന്മാരായാലും എല്ലാവരും ഒപ്പത്തിനൊപ്പം ഹെൽപ്പിനുണ്ട്. അപ്പൊ അമ്മയിലും വിളിച്ച് പറഞ്ഞ് ഓടിപ്പടഞ്ഞ് വരാനൊന്നും നിൽക്കണ്ട, തേജു ക്ലാസ്സിൽ പോയിക്കല്ലേ. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാവും വരണ നേരത്തെ നമുക്ക് ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വേണ്ട, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ. പിന്നെ എന്തായാലും നമ്മൾ ഈ ശനിയാഴ്ചക്കായിട്ട് നമ്മൾ പോകുമല്ലോ, അപ്പോൾ അങ്ങനെ കാണുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പം അങ്ങനെ ആയിട്ട് അപ്പോൾ കുഴപ്പമില്ല അവൾക്ക്. പക്ഷേ ഈ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല, നമ്മുടെ ഉണ്ണി വരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അങ്ങനെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണാമല്ലോ. തേജുവിൻ്റെ സൈക്കിൾ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. ഞാൻ വാതിലടക്കട്ടെ, തേജുവിൻ്റെ സൈക്കിൾ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കേട്ടോ തേജുവിന്റെ സൈക്കിള്. തേജുന് തേജു 3 വട്ടം ഇതൊന്ന് വീഴ്ച കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണാലും ചാടി നിന്നു അല്ലേ. പതുക്കെ ഇറക്ക്. അപ്പൊ ഓടിച്ചിട്ട് ഇറക്കാടുന്നില്ലേ? ഓടിക്കാടുന്നില്ലേടാ. അപ്പൊ അത്ര നേരം ഓടിക്കുമ്പോ കൊണ്ടക്കിനി. ഇതാണ്ടോ നമ്മുടെ തേജപ്പന്റെ പണ്ടത്തെ സൈക്കിള്. ഇതവന് 2 വയസ്സുള്ളപ്പോ 2 വയസ്സുള്ളപ്പോ വാങ്ങിയതായിരുന്നു കേട്ടോ. പരമാവധി കുട്ടി കുറെ മുതലാക്കിയിട്ടുണ്ട് ഓടിച്ചിട്ട്. പക്ഷെ ഇത് ടയറും ഇതൊക്കെ ആകെ കംപ്ലൈന്റ് ആയി. പിന്നെ ഇത് അവിടുന്ന് കൊട്ട വീണതാ കാലത്തുണ്ടേ. ഇത് അവന് ഭയങ്കര ചെറുതായിക്കണു. ഇതിന് വേറെ പ്രശ്നമില്ല, ഇതിൽ എയർ ഇല്ലെന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അവന് ഓടിക്കാൻ എരല്ലേ, അത് കുഞ്ഞു സൈക്കിളല്ല അത്. ഫോട്ടോ കിട്ട് ഉണ്ടാ കിട്ട്. തേജു നമ്മൾ സൈക്കിള് പിന്നിൽ കൊണ്ടാക്കി കേട്ടോ. അവിടെ അല്ല, നമ്മുടെ കാറിന്റെ അവിടെ കൊണ്ടാക്കിയ. തേജപ്പിന്റെ കാറൊക്കെ അതായിരിക്കുന്നു കേട്ടോ. അവിടെ വെച്ചോ കുഴപ്പമില്ല, ഇവിടെ വെച്ചോ. അങ്ങനെ വെക്കല്ലേ, കാറ്റ് അങ്ങോട്ട് കൊണ്ടക്കല്ലേ. പോരെ മതി. വരുന്നുണ്ട് കേട്ടോ തേജു, ആരാദ്യത്തെ നോക്കാൻ വേണ്ടിട്ട്.
അയ്യടാ അപ്പൊ ഗൈസ് ഞങ്ങൾ പോട്ടെ. അയ്യോടാ പണ്ടര ചാവി എടുത്തില്ലല്ലോ, പണ്ടര ചാവി എടുത്തില്ലല്ലോ. അപ്പൊ വീട്ടിലെത്തിയിട്ട് കാണാട്ടോ. നീ ഇപ്പൊ വീട്ടിലെത്തിയിട്ട് കാണാം. ചാവി എടുക്കാൻ മറന്നു പണ്ടര, വീണ്ടും പോയിട്ട് എടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇരുട്ടാവണേക്കാൾ മുന്നേ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയ പാടെ തന്നെ തേജുതേ ഡ്രസ്സൊക്കെ ഊരിന് ഷെട്ടിപ്പുറത്താട്ടാ നടക്കുക. ഒന്നാമത് അവന് ഈ ഡ്രസ്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നിന്നെടുത്ത് പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ ഇത് ഇട്ടാലേ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കുട്ടി അത് എടുത്തിട്ടത്. പിന്നെ ഇവിടെ എത്തിയ വഴിക്കാൻ അതൊക്കെ അതേ ഊരി ഇടുന്നുണ്ട്. അവനത് എന്താ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ പാൻറ്റ് അത്യാവശ്യം ഇറക്കുണ്ട് അല്ലോ, ചുരുണ്ട് കിടക്കുന്ന ടൈപ്പല്ല. അവൻ അങ്ങനെ എടുക്കുന്നത് ഇഷ്ടമല്ല. അവനിങ്ങനെ കട്ട് പാൻറ്റ് പോലെ കുറച്ച്, അതായത് ഇപ്പോഴത്തെ ട്രെൻഡില്ലേ ആ സാധനം അവന് ഇഷ്ടമുള്ളൂ കേട്ടോ. പിന്നെ അതേ അച്ഛൻ പണിയൊക്കെ മാറ്റി വന്ന് ദേ ചെടി നനച്ച് ഇതേ റോട്ടിലേക്കുള്ള ചെറുകിട ഐറ്റംസ് ഒക്കെ നനച്ചുകൊണ്ടിരിക്കട്ടാ. പിന്നെ ദേ വിളക്കും കാര്യങ്ങളൊക്കെ ദേ അച്ഛൻ കൂലിയൊക്കെ കഴിഞ്ഞ് ദേ കൊളത്തി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ തേജു എന്താ കഴിക്കാനുള്ളത് ഏതാ കഴിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് നടക്കണത്. കാരണം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് തണ്ണിമത്തനാട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കനത്തിൽ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പം അമ്മ ആദർശനും എല്ലാവർക്കും വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തോടാക്കുന്നുണ്ട്. പിന്നെ ആര്യ ദേ ഈ ഒരു കെടുത്താണ് കേട്ടോ ആര്യക്ക്. അപ്പം ഇതിങ്ങനെ കട്ടിലിൻ്റെ അടിയിൽ കണ്ടില്ല, ഇങ്ങനെ ഹൈറ്റിലാവാൻ വേണ്ടിയിട്ട് ഒരു സാധനമൊക്കെ വെച്ചിട്ട് അവളോട് ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കണം കേട്ടോ. മറ്റേ ഫുഡ് കഴിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ എനിക്കൂട്ടാം. പിന്നെ നമ്മുടെ തേജു ദേ ഫ്രിഡ്ജൊക്കെ തുറന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ആദർശിന് വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ചോറ് എന്തോ എടുക്കാൻ നോക്കുകയാണ് അമ്മ. പിന്നെ തേജുവിന് വെള്ളപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അമ്മ വെള്ളപ്പം ഉണ്ടാക്കാനാട്ടോ നോക്കണത്. പിന്നെ എന്താ കറി ഓൾറെഡി രാവിലത്തെ മുട്ടക്കറി അങ്ങനെ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ അതൊക്കെ ഉണ്ടാക്കി തേജു ഞാൻ കഴിച്ചു തുടങ്ങി. അപ്പോൾ തേജുവിന് വെള്ളപ്പം, അതായത് ഞാൻ ഉണ്ടാക്കൽ കുറവല്ലേ, അതുകൊണ്ട് അവന് ഇപ്പം അതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ കൂടുതൽ ഇവിടെ ഉണ്ടാക്കുക വെള്ളപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ആദർശിനും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നിൻഷാട്ടിന് ഇഷ്ടമല്ല കേട്ടോ വെള്ളപ്പം. അങ്ങനെ അതെപ്പോഴും മാവൊക്കെ ഇടയ്ക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അമ്മ ഉണ്ടല്ലോ ഇഡ്ലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും വെള്ളപ്പത്തിനാണെങ്കിലും അരച്ച് വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ അരച്ച് വെക്കും, 2 ദിവസത്തേക്ക് അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അതായത് ഇടയിൽ ഇങ്ങനെ കഴിക്കാൻ തോന്നിയാൽ അങ്ങനെ ആർക്കെങ്കിലും തോന്നി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ചെയ്യാലോ, അങ്ങനെ വിചാരിച്ചിട്ട്. അതിനത് ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ഇല്ലാത്ത മുട്ടക്കറിയാണ് ഇത്, മുട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഇതും കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. പിന്നെ ആദർശ് ഇതേ കുറച്ച് ചോറുണ്ട് കേട്ടോ. അവന് നല്ല വിശക്കുണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഈ വീഡിയോ ഉണ്ടല്ലോ മിനിഞ്ഞാന്നത്തെയാണ് കേട്ടോ, ശനിയാഴ്ചത്തെയാണ്. അപ്പം ഞാൻ ഇടാൻ കുറച്ച് ലാഗായിട്ടുണ്ട്. വേറെ ഒന്നല്ല, എനിക്ക് പനിയാണ് കേട്ടോ. എൻ്റെ സൗണ്ട് കുറച്ച് ദിവസം മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടാൽ അറിയുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സൗണ്ട് മാറിയിട്ടുണ്ട്, ചുമ ഉണ്ട്, പനിയുണ്ട്, മേലും കൈ വേദന ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടാനും ലാഗായത്, എഡിറ്റ് ചെയ്യാനും ഫോൺ നോക്കിയിരിക്കാനൊന്നും തീരെ വയ്യ. അതുകൊണ്ട് പിന്നെ അതേ നമ്മുടെ തേജപ്പം കുറച്ച് വെള്ളയപ്പം എടുത്തിട്ട് ആദർശൻ്റെ പ്ലേറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിരുന്നിട്ട് ആദർശ് കഴിക്കുകയാണ്. പിന്നെ അമ്മയ്ക്ക് വേണം, അമ്മ ഇങ്ങോട്ട് പുറത്തേക്ക് പോയി കേട്ടോ എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അടുത്ത വെള്ളയപ്പങ്ങൾ ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി അച്ഛന് കൊടുത്തു കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ അമ്മയ്ക്കും കൂടി ഉണ്ടാക്കാം, അമ്മയും കൂടി കഴിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് അച്ഛതേ അമ്മയ്ക്കുള്ള വെള്ളയപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പ്രോബ്ലം ഉണ്ടായിരുന്നത്. കാരണം എനിക്കിവിടെ വീട്ടിലാവുമ്പോൾ ഇങ്ങനത്തെ പണികളൊന്നും ശീലുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ദോശ ഉണ്ടാക്കുക അതൊന്നുമില്ല. കാരണം ഇവിടെ അമ്മയും അച്ഛനും മാറി മാറി കുക്ക് ചെയ്യും. അതുകൊണ്ട് പിന്നെ എനിക്കായിരിക്കും ഇതിലേക്ക് വല്ലാണ്ട് കൈ കിടത്തേണ്ടി വരാറില്ല. ഇപ്പം അമ്മ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും കൂടിയിട്ട് അച്ഛൻ വന്നിട്ട് ദോശ ചൂടും, അതുപോലെ വെള്ളയപ്പം ഉണ്ടാക്കുക, പുട്ടുകുത്ത, എന്തായാലും ചപ്പാത്തി ചൂടുകയാണെങ്കിൽ ഇപ്പം അമ്മ പരത്തുകയാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചുട്ടെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 2 പേർക്കും ആര്യക്ക് കുറച്ചും കൂടി കിച്ചണിലെ പണി അറിയാമായിരുന്നു കേട്ടോ. എനിക്കാണ് ഒരു തേങ്ങയും കിച്ചണിൽ ഒന്നും പറഞ്ഞു ഒരു ABCD അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു ഒക്കെ ഞാൻ പഠിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷമായിട്ട്. എല്ലാതും വെക്കാനും അരിയാനും ഒക്കെ ഞാൻ പഠിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ ഞാൻ ഓക്കെയാണ് കേട്ടോ. ഇപ്പം ഞാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനമല്ലേ. ഇപ്പോൾ കുറേ പേരുടെ റീലും ഇതൊക്കെ കണ്ടിട്ട് ആര്യ അതേട്ടാ തേജു അതെ ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാടുന്നു എന്നും പറഞ്ഞിട്ടാണ് നിൽക്കണത്. അപ്പോൾ അതാണ് ഇവർ ചെയ്യണത്. അതായത് നമ്മുടെ മുന്തിരിയില്ലേ, പച്ചമുന്തിരിയിൽ മുളക് പൊടിയും പിന്നെന്താ ഉപ്പും വെളിച്ചെണ്ണയും വിനാഗിരിയും അങ്ങനെ എന്തോ ഒഴിച്ചിങ്ങനെ ഇളക്കിയിട്ട് ഒരു റെസിപ്പി കുറേ പേര് ചെയ്യണ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കട്ടെ. ഞങ്ങൾ കുറച്ചെടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദർശ് പറഞ്ഞു ഒരു മുന്തിരി മൊത്തമായിട്ട് ഇടണം, നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി നന്നാവും എന്ന് പറഞ്ഞിട്ട് അവ അങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഇട്ടു കിട്ടുക. പിന്നെ മുളക് പൊടി ഇട്ടത് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാനത്തേക്ക് നമ്മൾ കുറച്ചും കൂടി മുന്തിരി ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തേജുവിനും ആയിരിക്കും കഴിക്കേണ്ടതല്ല, അപ്പോൾ നല്ല എരിവ് ആവണ്ട വിചാരിച്ചിട്ട്. പക്ഷേ ഓവറായിട്ട് കൂടുമെന്നല്ല കേട്ടോ, അവർക്ക് 2 പേർക്കും കൊടുക്കണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു. അതിനിതേ വെളിച്ചെണ്ണയും ഉപ്പും എല്ലാതും ഇട്ടിട്ട് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് ചെയ്യാത്തവർ, ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ നോക്കിയിട്ട്, അതായത് പുളിയുള്ള മുന്തിരി വേണ്ട, അത് രസം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞങ്ങളെടുത്ത മുന്തിരി നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. സംഭവം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. പക്ഷേ ഈ ഒരു സാധനം ഏറ്റവും കൂടുതൽ കഴിച്ചാൽ ഞാൻ തന്നെയായിരുന്നു കേട്ടോ. പക്കത്തിൽ നമ്മുടെ ആദർശും തേജും കൂടിയിട്ട് കുറേ വാരി കഴിച്ചു കേട്ടോ. അതിൽ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ അവർക്ക് എരിവ് ഇതായിട്ട് അവർ കഴിക്കൽ നിർത്തിയിട്ടാ. പിന്നെ ആരിക്കായാലും കുറച്ചേ കൊടുത്തുള്ളൂ, അമ്മ കുറച്ച് കൊടുത്താൽ മതി, ടേസ്റ്റ് നോക്കാൻ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കും കുറച്ചേ കൊടുത്തുള്ളൂ. ബാക്കി മൊത്തം എനിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ എരിവും പുളിയും മധുരം മീൻസ് ഇങ്ങനത്തെ ഐറ്റംസിൽ ഭയങ്കര ഇങ്ങനെ എരിവും പുളിയും ഇതൊക്കെ ആയിട്ടുള്ളത്, ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ മാങ്ങ ഉപ്പും മുളകും കുത്തി കഴിക്കും, ഇതുപോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുടിക്കുന്നത് ഞാൻ കണ്ടേ, ആ വെള്ളം ഒഴിച്ചിട്ടാ. ചില വീഡിയോസിലൊക്കെ കാണാൻ കുറേ പേര് ഇതിൻ്റെ ചാറില്ലേ, മുളകും പൊടിയും വെള്ളം കൂടിയിട്ടുള്ള ചാറ് അതിങ്ങനെ വാരി കുടിക്കുന്നത് കാണാം കേട്ടോ. പക്ഷെ അത് നല്ല എരിവാണ്, ഇത് എങ്ങനെ കുടിക്കണമെന്ന് അറിയില്ല. പക്ഷെ അച്ഛന് വേണ്ട പറഞ്ഞു കേട്ടോ, അച്ഛന് പേടിയാണ് വല്ല ലൂസ് മോഷനൊക്കെ വന്നാലോ. സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ദൈവമേ വല്ല ലൂസ് മോഷൻ പിടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഇത് കഴിച്ചുകൊണ്ട് ലൂസ് മോഷൻ ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി മുന്തിരി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതൊക്കെ ആനക്കുട്ടിയോ വയറ് തുറക്കാൻ വേണ്ടിട്ടല്ലേ? ഇതാരത് മനസ്സിലായില്ലേ? അതുനെ കണ്ടിട്ട് ഓ പേടിച്ചു. ആദു ഡേ ബൈ ഡേ ഗ്ലോ അല്ലേ? ആദു ഡേ ബൈ ഡേ സുന്ദരിയായിട്ട് വരികല്ലോ. അയ്യോ ആ ചുണ്ടൊന്ന് നോക്കട്ടെ. അതാണ് വർഗങ്ങൾക്ക് വർഗങ്ങളായിട്ടുള്ള സ്നേഹങ്ങൾ അറിയില്ല. എന്താ നോക്കിയാ കാട്ടണോക്ക്. അതാണ് കണ്ടോ, ഞാൻ രസം നമ്പറിലേക്ക് പോടി. പിന്നെ ഞങ്ങളതേ പോവാൻ നോക്കാട്ടോ. ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി നിൽക്കൂട്ടോ. നിങ്ങൾക്ക് ഒന്നും തോന്നരുത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കളിയാക്കും. ഞങ്ങൾ അങ്ങോട്ടും കളിയാക്കും, അവർ നമ്മളേനും കളിയാക്കൂട്ടോ. അതൊക്കെ നമ്മുടെ ഇടയിലുള്ള കുറച്ച് സന്തോഷ നിമിഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ അത് ഓവറായിട്ട് തോന്നും. ഒരിക്കലും ഓവറായിട്ട് തോന്നരുത്, ഞങ്ങളുടെ ഇടയിലുള്ള കുഞ്ഞു സന്തോഷങ്ങളാണ് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതേ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മളിത് ഇറങ്ങുകയാണ് കേട്ടോ. ചെരുപ്പും ഇതൊക്കെ ഇതേ ഇട്ടു. ഇനി വേഗം നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോകണം. അതായത് അടുത്താണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല എൻ്റെ തറവാട്ടമ്പലം, അതായത് നമ്മുടെ അഞ്ജനയുടെ കല്യാണം, അതായത് നമ്മുടെ അഞ്ജനയുടെ മാരേജ് ചെയ്തത് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെയാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലാണ് കേട്ടോ പരിപാടികളൊക്കെ ഉള്ളത്. ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാം കാണിച്ചു തരാവേ. ആദൂനാണെങ്കിൽ നമ്മുടെ ആമീനെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. കുറേ നേരം ആമയായിട്ടൊരു പ്രത്യേകത ബോണ്ടാണ് കേട്ടോ അവർ തമ്മിൽ, ആദും ആമയും കൂടിയിട്ട്. അപ്പോൾ ഇതേ ഞങ്ങളെല്ലാവരും എല്ലാതും എടുത്തിട്ട് ഇതേ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നടന്നു പോകാൻ തന്നെ പറയാം കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യമൊക്കെ അമ്പലത്തിൽ കളം ഉണ്ടാകുമ്പോൾ കളമ്പാട്ട് എന്നൊക്കെ അറിയോ, നമുക്ക് തറവാട്ടമ്പലത്തിൽ കളവും പരിപാടിയൊക്കെ ഏപ്രിൽ മെയ് ആ മാസത്തിലാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ എന്നും നടന്നിട്ട് തന്നെയാണ് കേട്ടോ. വൈകിട്ടും കളം കഴിഞ്ഞ് പുലർച്ചയ്ക്കൊക്കെ ആയിട്ടോ ഞങ്ങൾ തിരിച്ച് നടന്ന് വരിക. അപ്പോൾ പക്ഷെ ഇപ്പം അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ വലുതായപ്പോഴൊക്കെ ആ ഒരു ടച്ചേ വിട്ടു. ഇപ്പോൾ എങ്ങോട്ടോ പോയൊരു ഫീല്. മറ്റേത് തറവാട്ടമ്പലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ തറവാട്, നമ്മുടെ അമ്പലം, ആ ഒരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പോൾ പോകുമ്പോൾ ഉണ്ടല്ലോ ഏതോ അങ്ങനെ പണ്ടത്തെ ആ ഒരു ഫീല് കിട്ടണില്ല. നമ്മൾ പോയി നമ്മൾ ആരോ എന്നുള്ളൊരു ഫീല് പോലെ. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ആവണ ഒരു കാര്യം കേട്ടോ. അങ്ങനെ ഇതേ നമ്മളെല്ലാവരും ഇട്ടു. ഇവർ ഇതേ മഞ്ഞുണ്ടെന്നും പറഞ്ഞിട്ട് തട്ടം പോലെ ഇട്ടിട്ട് നിൽക്കട്ടെ. നമ്മുടെ തേജു അവൻ്റെ മറ്റേ സാധനമില്ലേ അതും എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേ പതുക്കെ എല്ലാവരും കൂടി അയമ്പാടി നടക്കുകയാണ്. നടക്കാൻ നല്ല രസമാട്ടോ. നമുക്ക് എത്ര കാല് കളഞ്ഞാലും ഈ ഒരു വർത്താനം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് ഇങ്ങനെ കളിയാക്കി അടിച്ചിട്ടാണ് ഞങ്ങൾ നടക്കുക കേട്ടോ. അതുകൊണ്ട് നമുക്ക് എത്ര ക്ഷീണം കാര്യങ്ങളൊന്നും വരണത് അറിയില്ല. പിന്നെ പിള്ളേർ സെറ്റോളം നോക്കണം കേട്ടോ. കാരണം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുമല്ലോ. പിന്നെ തേജും എന്താ പറയുക നമ്മുടെ ദേവൂട്ടനും കൂടിയിട്ടാണ് നടക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ തേജുവിനോട് ഒതുങ്ങി നടക്കണമായിരിക്കും കൂടെ നടക്കണം എന്ന് പറയുമ്പോൾ എന്നെ കളിയാക്കി കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുടുങ്ങിയിട്ട് ഇത് മെയിനായിട്ട് എന്താ വീണ്ടും കാട്ടണമെന്ന് വെച്ചാൽ അവരെല്ലാവരും ചിരിക്കണം നടക്കണ കണ്ടിട്ട്. അതാണ് കൂടുതലും ഇതെന്നെ കാട്ടിക്കൊണ്ടിരിക്കണതേ.
ചേട്ടൻ വരില്ല. നാളെ കല്യാണത്തിനില്ലടാ, ഞാൻ നാളെ പോവും. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്താറായിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. നമ്മൾ ഡാൻസ് കളിച്ചില്ല, അത് ഈ ഒരു സ്പോട്ടിൽ നടന്നുട്ടാ. ഈ ഒരു 4 കൂടിയ വഴി ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ വരുമ്പോൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വെള്ളി ചാടും, പറയണതൊക്കെ വേറെ രീതിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവേ. എനിക്ക് അറിയില്ല, നല്ല തൊണ്ട ഇങ്ങനെ കരകരാച്ചിട്ട് വരുന്നുണ്ട്. ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് തൊണ്ടയ്ക്ക് കേട്ടോ. അങ്ങനെ ഞാനും നമ്മുടെ ആദ്യം കൂടിയിട്ടാണ് നടക്കണത്. ഞങ്ങളിങ്ങനെ പിന്നിൽ പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. പിന്നെ പകുതിക്ക് എത്തിപ്പൊളിക്കും ഇതേ നമ്മുടെ വിഷ്ണേട്ട ഇതേ അഞ്ജുവിന് ഇന്നലെ എലിമേനയും കൊടുത്തിട്ട് നമ്മുടെ അടുത്ത് ഇറക്കി തന്നൂട്ട്. ഇനി നമ്മുടെ നിഷാൻ എടുക്കാനാട്ടോ വിഷ്ണേട്ടൻ പോണത്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയ നമ്മുടെ അമ്പലം എത്തിയിട്ടോ. തറവാട്ടമ്പലം, തറവാട് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ കേട്ടാ. പിന്നെ ഞങ്ങൾ എല്ലാവരും നോക്കണത് അഞ്ജുവിൻ്റെ ഡ്രസ്സാട്ടോ. അഞ്ജുവിൻ്റെ ഡ്രസ്സ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഗ്ലേസിങ് തോന്നണ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ഉള്ള ഒരു ഇത് കേട്ടോ. പക്ഷെ അത് സ്ലീവ്ലെസ് ആണ്. ആൾക്ക് സ്ലീവ്ലെസ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ഞങ്ങൾ അതാട്ടോ പറഞ്ഞിരുന്നത്. അത്ര വണ്ണോ അത്ര ബോറിംഗ് ആയിട്ടുള്ള ബോഡി ഒന്നും അല്ലല്ലോ. അപ്പോൾ സ്ലീവ്ലെസ് ഇടാറുന്നില്ലേ എന്നാൽ കുറച്ചും കൂടി ഷോ ആയിരുന്നു ഡ്രസ്സിൻ്റെ. ഇതൊക്കെ ഓവർകോട്ട് വരുമ്പോഴേ ആ ഡ്രസ്സിൻ്റെ ഭംഗി ശരിക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. എന്താ പറയുക, നമ്മുടെ ഇതാണ് കേട്ടോ തറവാട്. അവിടെ എത്തിയപ്പോൾ ഇതാണ് കേട്ടോ ദേവുവിൻ്റെയാണ് കല്യാണം. ദേവു ഈ പറഞ്ഞ പോലെ സ്വന്തം പാപ്പൻ്റെ മോളല്ല, അച്ഛൻ്റെ അച്ഛൻ്റെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ട് കേട്ടോ ആ ഒരു ബന്ധത്തിലാണ് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ അവിടെ പോയിട്ട് ദേവുവിൻ്റെ കൂടെ ഫോട്ടോയും നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കയറണത്. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇതിൽ കുറേ പേര് മിസ്സിങ് ആണ് കേട്ടോ. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ കുറേ പേര്. രാധികേച്ചില്ല, കീരയില്ല, വിൻഷേട്ടില്ല, വിനീതേട്ടില്ല, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ടീംസോളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മളുള്ളവരെ വെച്ച് കയറി നിന്ന് എടുത്തു. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പറയില്ല നമ്മളോട് അങ്ങനെ സംസാരിക്കാൻ പറഞ്ഞതാട്ടെ ഞങ്ങളോട്. അതിനാണ് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ഇവിടെ നിന്ന് ഷോട്ട് ഇറക്കണത്. പിന്നെ നമ്മുടെ തേജു ലഡുവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. തേജുനാണെങ്കിൽ ഭയങ്കര നാണാണ് കേട്ടോ. അതായത് അവനിങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര നാണാണ്. അപ്പോൾ അതിനാണ് ഒരു ഇളിഞ്ഞ ചിരി അവിടെ ആ മുഖത്ത് കാണണില്ലേ, ആ ഒരു ചിരിക്കണത്. അങ്ങനെ നമ്മളിതേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിതേ വേഗം ഇറങ്ങാട്ടെ. ഇനി കുറേ പേരുണ്ട് കേട്ടോ, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വെച്ചെനിക്ക് അറിയില്ല കേട്ടോ. കാരണം നമ്മൾ വന്ന സമയത്തും അതുവരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡാൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ മെയിനായിട്ട് ഡാൻസ് കളിക്കാൻ ദേവുവിന് ചേട്ടാ മുന്നിൽ ഉണ്ടാവാറ്. അപ്പോൾ ദേവു ഇപ്പം ഇങ്ങനെ എന്തായാലും മണവാട്ടിയായിട്ട് അവിടെ ഇരിക്കുകയല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അഞ്ജനൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ചിട്ടില്ല അഞ്ജന. അപ്പോൾ അവളാണ് ഇങ്ങോട്ടാട്ടോ തൊട്ട് അടുത്തേക്ക് എൻ്റെ കൊടുത്തേക്കണത്. അപ്പോൾ നമ്മളിതേ എല്ലാവരും അങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ ഒരു നിപ്പുണ്ടല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഇതേ തളർന്ന് തുടങ്ങി കേട്ടോ. കാരണം നല്ല തിരക്കുണ്ട്. ഫുഡിൻ്റെ അവിടെ ആയാലും മൊത്തത്തിലൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അഞ്ജനൻ്റെ അവിടെ പോയ സമയത്ത് ഒരു ട്രിപ്പ് ഇരുന്നിട്ട് നടന്നുള്ളൂ കേട്ടോ. അപ്പം എന്നാൽ അത് കഴിയുമ്പോഴേക്കും വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ വന്നത്. അപ്പോഴേക്കും രണ്ടാമത്തെ ട്രിപ്പ് അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ആദുവിൻ്റെ വക ക്യൂട്ട്നെസ് ഒക്കെ എനിക്ക് ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മുടെ തേജുവിന് വെള്ളം ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ക്യാമറ ക്വാളിറ്റി, അതായത് ക്യാമറ സൂമിങ് പവറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്ര ദൂരത്തേക്ക് എനിക്ക് കിട്ടണില്ല. ആരെനിക്ക് ഇതിലിടയപ്പോൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ പിന്നാലെ തേജും ദേവട്ടനും കിരണും കൂടിയിട്ട് പോണു കേട്ടോ. അവിടെ പോയിട്ട് വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കായിരുന്നു. ഈ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു റോള് തന്നെ ഇരിക്കണം കേട്ടോ. അതിന് വേണ്ടി ഞങ്ങൾ അവസാനം വരെ നിൽക്കൂട്ടാ. അത്രയും ബോണ്ടാണ് ഞങ്ങൾ തമ്മിൽ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരേക്കും സീറ്റ് സെറ്റായതിന് ശേഷമാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ നമ്മുടെ കിരൺ മാത്രമേ, കിരണും ഇവരൊക്കെ വിളമ്പാൻ നിൽക്കുകയാണ് കേട്ടോ. അച്ഛനും വിളമ്പുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. തേജു ഇരിക്കുന്നുണ്ട്. തേജുവിന് പിന്നെ ദേവിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര കാര്യമാണ് കേട്ടോ. അതായത് കോമ്പറ്റീഷൻ വെച്ച് കൊടുക്കും, ആരാദ്യം കഴിക്കുക. നിങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ അങ്ങോട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചടപ്പടേ വെച്ചിട്ട് അങ്ങോട്ട് നല്ല കുട്ടികളായിരുന്നു കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ചിക്കൻ കറി ഒഴിച്ചത്. സാമ്പാർ ഉണ്ടായിരുന്നു. സാമ്പാറുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ സാമ്പാർ കൊണ്ട് വരുന്ന കണ്ടപ്പോൾ ചിക്കൻ കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സാമ്പാർ കൂട്ടിയിട്ടാണ് ചോറുണ്ടത്. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകിയിട്ട് ഇപ്പുറത്തെ സൈഡ് കൂടെ വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തറവാട്ട് അമ്പലം കേട്ടോ. തറവാട് വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ ഇതാണ് അമ്പലയുടെ തറവാട്ടമ്പലം വരുന്നത്. നമ്മുടെ കളും കാര്യങ്ങളൊക്കെ ഈ ഒരു മുറ്റത്താണ് കേട്ടോ നടക്കുക. ഈ സൈഡിൽ കേട്ടോ, ഈ ഒരു മുറ്റത്ത് ഇപ്പോൾ ചെയറൊക്കെ ഇട്ടിട്ടില്ലേ, ഇവിടെ
ഇവിടെയാണ് നമുക്ക് കളമൊക്കെ വരച്ചിട്ട് തുള്ളലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുക. ഈ ഒരു സ്ഥലം പൈപ്പ് കിടക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ കളം കാണാൻ. കുറേ അമ്മമ്മമാരൊക്കെ ഇവിടെ ഇരിക്കും. അതുപോലെ ഇവിടെയൊക്കെ ഇങ്ങനെ കളം കാണാതിരിക്കും കേട്ടോ. കാലൊക്കെ നീട്ടി ഞങ്ങളിങ്ങനെ പായൊക്കെ വിരിച്ചിരിക്കുക. പിന്നെ ഈ ഒരു സൈഡിലുണ്ടല്ലോ, ഇവിടെ ആടുന്നു ആദ്യം കളം പാടണവർ വന്നിരുന്നായിരുന്നത്. ഇപ്പോൾ ദേവുവിൻ്റെ സ്റ്റേജ് കെട്ടിയിട്ടില്ലേ, അവിടെയാണ് കളം പാട്ടിനുള്ളവർ വന്നിരിക്കുക. ഇപ്പുറത്തെ സൈഡും ഞങ്ങൾ കാണാനുള്ളവരായിട്ടാണ് വന്നിരിക്കുക. അങ്ങനെ ആ ഒരു ഓർമ്മയിലേക്കൊക്കെ ഞാൻ കുറച്ച് നേരം പോയിട്ട്, ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞൊക്കെ മുന്നേ ഈ ഒരു കളത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കും കേട്ടോ. അതൊരു തന്നെയായിരുന്നു കേട്ടോ ഒരു സമയത്ത്. പിന്നെ ഇവിടെ ഉജിഷേട്ടൻ്റെ വീട്ടിൽ ഇവിടെ ഉണ്ണികൾക്ക് കളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഊഞ്ഞാലും കാര്യങ്ങളും ഇതിൻ്റെ മുകളിൽ കണ്ടോ, ഇവിടേക്ക് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോയിട്ട് ഭയങ്കര ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചേരം അവിടെ ഇരുന്നു ഞങ്ങൾ. പിന്നെ നമ്മുടെ മാളു നമ്മുടെ ദേവൂട്ടരുടെ അടുത്തേക്ക് അവരൊറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോയതാണ്. ഇവർ തമ്മിൽ ഭയങ്കര കരച്ചിലാടുന്നുണ്ട് കെട്ടിപ്പിടിച്ചിട്ട്. കാരണം ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഉണ്ട്, ഒരു ബോണ്ടും ഉണ്ട്, സിസ്റ്റർ ബോണ്ടും ഉണ്ട് ഇവർ തമ്മിൽ കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് നല്ല കരച്ചിലാടുന്നു. അതുണ്ടാവുമല്ലോ, ഇത്ര നാൾ നടന്ന പോലെ ആവില്ലല്ലോ. മാരേജ് കഴിഞ്ഞ് പോയാലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല ആർക്കും. അതിന് മുന്നേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയില്ലല്ലോ നാളെ തൊട്ട് നമ്മുടെ ലൈഫ് എങ്ങനെയാണ് മാറുക എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ദേവുന് ടെൻഷൻ ഉണ്ടോണാവോ എന്നൊക്കെ. അപ്പോൾ മാളും കരയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവൾ പെട്ടെന്ന് കരഞ്ഞപ്പോൾ മാളൂനും വിഷമായി. അപ്പോൾ രണ്ടാളും കെട്ടിപ്പിടിച്ച് നല്ല കരച്ചിലാണ്. അപ്പം ഞങ്ങൾ ആദ്യം കളിയൊക്കെ ആദ്യം നീയും കരയി പോയി നിന്ന് കരയി എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ്. അപ്പോൾ തേജും എല്ലാവരും ഇത് എന്തപ്പോൾ ഉണ്ടായി വെച്ചിട്ടാണ് നിൽക്കണത്. ഇവരുടെ കരച്ചിൽ കണ്ടിട്ട് ഇതുവരെ ചിരിച്ച് കളിച്ച് നിന്നിടുന്നവരല്ലേ. അപ്പോൾ അത് കണ്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ട് അവർ രണ്ടുപേരും നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മാളുവാണെങ്കിൽ പെട്ടെന്ന് കരയണ ഒരാളാണ്. നമ്മുടെ അപ്പുറത്ത് നിന്നൊരാൾ കരയണ ഇപ്പുറത്ത് നിന്ന് അവളും കരയും കേട്ടോ. ആ ഒരു ടൈപ്പായിട്ട് മാളു. അതുകൊണ്ട് അത് അവളെന്ന് മാത്രമല്ല കേട്ടോ, കുറേ പേരൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അത് നമ്മൾ വേണ്ടപ്പെട്ടവർ കരയണ കാണുമ്പോൾ കരഞ്ഞു പോവും. അപ്പോൾ ഞങ്ങൾക്കും അതിട്ട് ഇവർ രണ്ടുപേരും കരയിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലൊരു വിഷമമായി. പക്ഷെ ഞങ്ങൾ പുറത്തേക്ക് ചിരിക്കാട്ടോ ചെയ്ത്, അവരെ കളിയൊക്കെ ചെയ്ത്. അപ്പോഴാണ് അവരൊന്ന് ചിരിച്ചു തുടങ്ങിയത്. പിന്നെ അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ തേജും മാളും കൂടിയിട്ട് അടി പൂരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂട്ടോ വീട്ടിലേക്ക് പോകണമല്ലോ. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. പോണേക്കാൾ മുന്നേ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനുള്ള പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഡാൻസ് മുന്നേ സെറ്റ് ചെയ്തിട്ടാണ് വരേണ്ടതെന്ന്. ഒരിക്കലും അല്ലാട്ടോ, ഞങ്ങളിങ്ങനെ കല്യാണത്തിന് വരും, ഇങ്ങനെ നിൽക്കും. എല്ലാ ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കൽ. ഈ ഒരു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വേഗം പാട്ടെടുക്കും. നമ്മൾ ഇൻസ്റ്റയിൽ നമുക്കൊരു ഞങ്ങളുടെ കസിൻസിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പാട്ടും നല്ല റീലും കാണുമ്പോൾ അതിലേക്ക് ഷെയർ ചെയ്തിടും. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കയറി നിന്നിട്ട് അതിന് നമുക്ക് കളിക്കാൻ പറ്റണത് പറ്റില്ല കൊണ്ടൊക്കെ കളിപ്പിക്കണ്ടേ. അപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റണ സോങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതും ആളും കൂടിയിട്ട് എന്തോ തയ്ക്കാൻ കൊടുത്തത് എന്തോ വാങ്ങാൻ പോയിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഇവരേനൊക്കെ പഠിപ്പിക്കും. നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പക്ഷേ ചെക്കന്മാരെ പഠിപ്പിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇവരേനെയും അത് പഠിപ്പിച്ചിട്ട് നമ്മൾ ആ സ്പോട്ടിൽ അപ്പം തന്നെ കളിക്കാട്ട് ചെയ്യാറ്. നമ്മൾ മുന്നൊരിക്കലും പ്രാക്ടീസ് ചെയ്യില്ല. അവിടെ നിന്നൊരു 5-10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ വിൻഷേട്ടൻ്റെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിൻഷേട്ടൻ പാലക്കാടാണ്, ക്ലോസിംഗ് ആയ കാരണം ഞാൻ പറയാറുണ്ടല്ലോ അവിടെ നിൽക്കാറ്. അപ്പോൾ വിൻഷേട്ടന് വരാൻ പറ്റിയില്ല. വിൻഷേട്ടൻ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇതിങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഓരോന്ന് പറയാട്ടോ. അതുപോലെ തന്നെ 2 കല്യാണം കൂടാൻ പറ്റാത്ത ആളായിരുന്നു നമ്മുടെ അച്ചു ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സമയമായി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിൻഷേട്ടനെ വിളിക്കുമ്പോൾ. പിന്നെ അച്ചു ഹോസ്റ്റലിലല്ലേ, അതുകൊണ്ട് അവളെ വിളിച്ചില്ല കേട്ടോ. നമുക്ക് അറിയില്ലല്ലോ അവൾ ഇനിയിപ്പോൾ ഹോസ്റ്റലായ കാരണം ടൈമിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആദൂനെ വിൻഷേട്ടൻ കളിയാക്കി ഇട്ടു. ഞങ്ങൾ എല്ലാവരുടെയും കളിയാക്കണ ഓരോരായിട്ടാണ്, എല്ലാവരും കൂടി ഒന്നിച്ച് കളിയാക്കണ ഓരോരായിട്ടാണ് നമ്മുടെ ആദൂട്ട. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദൂന് ഇത്ര ധൈര്യത്തിൽ എല്ലാവരും കളിയാക്കണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് പറയാത്ത ആള് നമ്മുടെ അത് മാത്രമാണ്. എല്ലാം കേട്ട് ചിരിച്ച് നിൽക്കുകയുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഫീൽ ആയ പോലെ എന്ത് ചേച്ചിയെ ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടാവില്ല. ഞങ്ങൾ അതെന്നെ പറഞ്ഞ അവളെ കളിയാക്കൂട്ടാ. പക്ഷെ നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ എന്നാണ് അവൻ ഇങ്ങനെ ഒരു കൂടലുണ്ടാവും. ഇനിയിപ്പോൾ എൻ്റെ അറിവിൽ ഇനിയിപ്പോൾ കല്യാണങ്ങളൊന്നും ആരുടെയും ഇല്ല, ഒരുവിധമൊക്കെ ഒതുങ്ങി. ഇനിയിപ്പം കിരൺ ഇവരൊക്കെയാണ് ഉള്ളത്. ഇവരുടെയൊക്കെ ഇപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും പിന്നെ ഇനി പോവാനിപ്പോൾ വിഷു കാര്യങ്ങളൊക്കെ വരണം. പിന്നെ നമ്മുടെ ആര്യയുടെ ഉണ്ണി ആവുമല്ലോ. ഉണ്ണി ആയിക്കഴിഞ്ഞാൽ കൂടും. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു കൂടലാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും രസമാണ്. ഞങ്ങളെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ അതേ വിൻഷേട്ടൻ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതന്നെ മെയിനായിട്ട് എല്ലാവരും പറയുന്നത് വിൻഷേട്ടൻ വേണമായിരുന്നു, വിൻഷേട്ടനെ മിസ് ചെയ്യണു, വായോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കണത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മൾ വരുമ്പോൾ കാണിച്ചില്ലേ സ്പോട്ട് ഡാൻസ് കളിക്കുന്നത്.
അവിടേക്കായിട്ട് നടക്കണത്. അപ്പം ആള് ഷോളൊക്കെ കെട്ടി സെറ്റാക്കുന്നുണ്ട്. പിന്നെ അതേ റീല് നോക്കണുണ്ട് കേട്ടോ, പഠിക്കണുണ്ട്, നടന്ന് പഠിപ്പിക്കണുണ്ട്. കാരണം നമ്മൾ വേഗം നടക്കണ. വല്യമ്മ നമുക്ക് തുണക്കിതേ വല്യമ്മ ഏട്ടന്ന് നിന്നേക്കണം. ഞങ്ങളുടെ ഗാർഡിയനായിട്ട് പ്രാവശ്യം വല്യമ്മ ആയിരുന്നു. കാരണം നമ്മൾ പിള്ളേർ മാത്രം നിന്ന് കഴിഞ്ഞാൽ റോഡാണ് പാതിരാത്രിയാണ്, ആൾക്കാർ ചിലപ്പോൾ ഒന്ന് ചീത്ത പറയും, നിങ്ങളെ പിള്ളേരെന്താ കാട്ടണെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞങ്ങൾക്ക് ഗാർഡിയനായിട്ട് ഞങ്ങൾക്ക് വല്യമ്മയായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വല്യമ്മ അവിടെ അപ്പുറത്തെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ വല്യമ്മേനെയും പിള്ളേരെയും ബസ് സ്റ്റോപ്പിൽ കയറ്റി ഇരുത്തും, ഞങ്ങൾ ഡാൻസ് കളിക്കും. പക്ഷെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഡാൻസ് കളിക്കാൻ. കാരണം വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അടുത്ത് തന്നെയുള്ള കല്യാണ വീട്. അപ്പോൾ അവിടേക്കും ഇവിടേക്കുള്ള വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ നേരം നിന്നിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. പിന്നെ അതായത് നമ്മൾ നല്ല രീതിക്ക് കളിക്കും, കറക്റ്റ് നടുക്കെത്തുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി വരും, അപ്പോൾ ഞങ്ങൾ വീണ്ടും ഓടും, പിന്നെയും കളിക്കും. അങ്ങനെ ഒപ്പിച്ചിട്ടായിരുന്നു കളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേജും ദേവുട്ടനും കളിക്കാണ്ട് പറഞ്ഞിട്ട് ഇടയിൽ നിന്ന് ചാടണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിള്ളേർ കൂടെ നിൽക്കുമ്പോഴേ കാല് ചവിട്ട്, അവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ തിരിഞ്ഞിക്കുക. അപ്പോൾ അടുത്തേൽ കൂട്ടാന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് ഒഴിവായി പോയി. അതിൻ്റെ ഇടയിൽ തെറ്റിക്കണുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു മൂന്ന് ടേക്കൊക്കെ നമ്മൾ എടുക്കൂട്ടോ. ചില സമയത്ത് ഒറ്റ ടേക്ക് എടുക്കും, ചില ടൈമിൽ നമ്മളൊരു മൂന്ന് ടേക്ക് അത്രയ്ക്ക് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ എന്നാലും നമുക്ക് കുറേ ടൈം എടുക്കണ പോലെ തോന്നാറില്ല. ഇപ്രാവശ്യം കൂടുതലായിട്ടും ടൈം എടുത്തത് എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വല്യമ്മേനെ വിളിക്കാൻ നിൽക്കട്ടെ. വല്യമ്മ അങ്ങനെ കുറേ നേരം ഞങ്ങൾ പോസ്റ്റ് അടിച്ചിട്ട് ഇതിവിടെ കാലൊക്കെ ആട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ വല്യമ്മ. കാരണം ഞങ്ങൾ ഇവിടെ ചാടാണ്, വല്യമ്മയാണല്ലോ ഏറ്റവും പോസ്റ്റ് അടിക്കുക. അങ്ങനെ പിള്ളേരെയും കൂട്ടി നമ്മളിത് ഇറങ്ങാൻ നോക്കുക കേട്ടോ. അയ്യോ ഒരു വട്ടം ഇതുപോലെ അർജുൻ്റെ വീട് എടുക്കാം, ഞങ്ങൾ ഇറക്കാം. നിങ്ങളും തള്ളിയിരുന്നോ ബാ പിള്ളാരെ? എനിക്ക് ആ ദർശനം ചെന്ന് ചീത്തേക്കണ്ട, വേം പോരെ. ഇതെന്തിങ്ങനെ പോണ്? വിളിക്കാൻ നോക്കുമ്പോ ആളോ എന്നാ വായില് വരുന്നേ. രാത്രിയാണെങ്കിലും ലഹള വെച്ചിട്ട് ഇടം നടക്കണേ ഞാൻ. എൻ്റെ സൗണ്ട് മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ ഇതില്. കാരണം കളവില പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് നമ്മൾ പോവാട്ടപ്പതേ അവർ വീട്ടിലേക്ക് പോകണം, നമുക്ക് ടാറ്റയ്ക്ക് തന്ന്. അപ്പം അമ്മ അതേ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛനൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചീത്തയൊക്കെ വെച്ചിട്ടാണ് ഞാനും ആദർശം ചെല്ലണത്. കാരണം കുറേ നേരമായിട്ടുണ്ടല്ലോ നമ്മൾ വീട്ടിലെത്താൻ. അപ്പോൾ അച്ഛനൊക്കെ വന്നിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേജുവിന് അമ്മ വീണ്ടും കൂടുണ്ടാക്കി കൊടുത്തത്. ഇപ്പോൾ അവൻ്റെ ഒരു കൂടാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു വീടായിട്ട്. അപ്പോൾ അവിടെ അവൻ കിടന്നിട്ടുണ്ട്. പിന്നെ അമ്മ അച്ഛനൊക്കെ ഇതൊക്കെ വിരിച്ച് എല്ലാവരും കിടന്നു. ഇവിടെ ഞാനും തേജും കൂടി കിടന്നു കേട്ടോ. ഇവിടെ കിടക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. അതായത് ഈ തേജു ഈ സാധനങ്ങൾ വിരിച്ചു കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് കിടക്കാൻ കുറച്ച് പണിയാണ്. നമ്മൾ തിരിയാനും മറിയാനും പാടില്ല, അത് ചുളിയാൻ പാടില്ല, അതാണ്. പിന്നെ ഞാൻ അമ്മയുടെ ഒരു മാക്സി എടുത്തിട്ട് വിട്ടാ, എന്നാലാണ് ഒരു സമാധാനമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. ഈ ഒരു മാക്സി എടുത്തിട്ട് കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് ഇത് പിറ്റേന്നത്തെയാണ് കേട്ടോ. പിറ്റേ ദിവസത്തെ വീഡിയോയാണ് നമ്മൾ കിടന്നു. പിറ്റേ ദിവസത്തെ വീഡിയോയാണ്. ഞാൻ പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മുടെ തേജുവിനെ അച്ഛനിപ്പിക്കുകയാണ് കേട്ടോ. അമ്മ ചായപ്പണിയിലാണ്, അതായത് ഇഷ്ടൂക്കറി ആയിട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ ഇഷ്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പൂരി ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന്. അപ്പം അമ്മ എന്തോ അരക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എനിക്ക് ആയിരിക്കുള്ളത് എന്തെങ്കിലും അത് തോന്നുന്നു കേട്ടോ. ആ അരക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ അത് ഉമ്മറത്തൊന്ന് ചെന്ന് നോക്കിയിട്ടാ. അപ്പോൾ അതിരാവിലെ ഒന്നും അല്ല, ഇത് 9 മണിയൊക്കെ ആയിട്ടുണ്ട്, അത്യാവശ്യം നേരം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിലൊക്കെ ഉദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുഖത്തേക്ക് ആ വെയിൽ തട്ടുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ പുളിക്കുക കേട്ടോ. കാരണം നന്നായിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണം, നല്ല ഉറക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേക്ക് ഇതേ ഇവിടുന്ന് ഈ ഒരു സമയം ഉണ്ടല്ലോ പനി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ആരുള്ളതല്ലേ, അതുകൊണ്ട് ഇനി ആൾക്കൊരു ഇത് വരണ്ടാച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് വേഗം അവിടെ നിന്ന് പോന്നാൽ മതി വെച്ചിട്ടായിരുന്നു. എനിക്ക് വായിക്ക് വലിയ രുചിയൊന്നും തോന്നണില്ല. മൊത്തത്തിൽ ഞാൻ അസ്വസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ആരി ഇങ്ങനെ കേട്ടോ, ആര്യനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കൊടുന്നിരുത്തും. എന്നിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ആൾക്ക് കഴിക്കാൻ കൊടുക്കും. പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് കൈ കഴുകുക, അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. കാരണം ഫുൾ ടൈം ഇങ്ങനെ അകത്ത് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് അവൾക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നുമ്പോൾ അവളെ കുറച്ച് നേരം ഹോളിൽ ഇങ്ങനെ പിടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തിക്കോ, 5-10 മിനിറ്റ് കഴിക്കലൊക്കെ പെട്ടെന്ന് കഴിക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അവൾ കഴിച്ചവൾ അങ്ങനെ പോയി കിടന്നു കേട്ടോ. പിന്നെ അച്ഛൻ നമ്മുടെ തേജുവിനെ എനിപ്പിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ തലയെ കൂടെ ഇട്ടിട്ട് എല്ലാവരെയും പേടിപ്പിക്കാൻ വരട്ടെ. അതിന്റെ ചേരം എല്ലാവരും അവനെ കണ്ട് പേടിക്കാതാണ്. ഞങ്ങളൊന്നും ഒരു മൈദിലാണ്ടെന്ന് നേരത്തെ. പിന്നെ ഞാൻ ഇട്ടിട്ട് ഒച്ചിട്ടോണ്ടിരിക്കട്ടെ. തേജു വേഗം കുളിക്കുക, ചായ അടിക്കുക, നമുക്ക് പോകണം, വേഗം പോകണം, അച്ഛൻ വരുമ്പോഴേക്കും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒച്ചിടുന്ന് കേട്ടപ്പോൾ പിന്നെ കുട്ടിയെ അവിടെ പിന്നെ അമ്മയുടെയൊന്നും ചീത്തയൊക്കെ ഉണ്ടിട്ട് അവിടെ കൊണ്ടേക്ക് പുതപ്പ് കീറും. ഓൾറെഡി ആ പുതപ്പിൻ്റെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അവൻ ചിലപ്പോൾ അത് വലിച്ച് കീറിയെന്നും വരും കേട്ടോ. പിന്നെ നമ്മൾ പോകാൻ നോക്കുകയാണ്. അപ്പോൾ തേജുവിന് വെള്ളപ്പം മതി എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു വെള്ളപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാവ് ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ആ പൂരി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ അവന് വെള്ളപ്പം ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അമ്മ വേറെ
ഉച്ചത്തേക്ക് ഫുഡ് ആക്കണ്ടേ, അതിന് വേണ്ട പണിയിലാണ് കേട്ടോ അമ്മ. ഞാൻ വേഗം, എനിക്കാണെങ്കിൽ നിൽക്കുമ്പോൾ ഒരു ഇതില്ല, കാരണം എനിക്ക് മനസ്സിലായി എനിക്ക് പനി ഇങ്ങനെ വരുന്നുണ്ട്, എനിക്ക് പനി വരാനുള്ള ചാൻസാണ് ഈ കാണണത്. മെയിനായിട്ട് വേറെ നല്ല പേടി ആരി ഉണ്ടല്ലോ, ആരിക്കിനിപ്പോൾ ആരിക്കാണെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക, ഇങ്ങനെ പറയില്ല നമ്മൾ അടുത്ത് കൂടെ പോയാൽ കിട്ടും എന്ന് പറയില്ലേ, അതേ അവസ്ഥയായിട്ട് ആര്യയുടെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആൾക്ക് വല്ല പനി വന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടണച്ചിട്ട് നിൽക്കണത്. അവളുടെ അടുത്തേക്കൊന്നും പോയില്ല കേട്ടോ. പോകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോകുമ്പോൾ പോലും ഞാൻ അവളുടെ അടുത്തേക്ക് പോകാനോ നിന്നില്ല, പോവാട്ടോ ഒന്ന് ഹാളിൽ നിന്ന് പറയുക ചെയ്തിട്ടാ. പിന്നെ അവൾക്ക് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഉമ്മറത്തേക്ക് വരാനും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് കൂടുതൽ വലിയ യാത്രയ്ക്കൊന്നും ഞാൻ യാത്ര പറയാനൊന്നും നിന്നുണ്ടായിരുന്നില്ലേ. പിന്നെ ഇതേ നമ്മുടെ തേജുവിന് ഇതേ വെള്ളപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇതേ അവിടെ ഇരുന്ന് കഴിക്കേണ്ടിട്ട്. ഇനി അത് തന്നെ കഴിച്ചോളൂ, അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. കറിയൊന്നും വേണമെന്നില്ലേ കുട്ടിക്ക്, തന്നെ കഴിച്ചോളേ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളിതേ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ആദർശ് ഇതേ പുറപ്പിടി ആദർശ് ഡ്രസ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് തേജുവിന് ഡ്രസ്സ് ഇടാൻ അറിയാം, പക്ഷേ ആദർശിനെ കണ്ടു കഴിഞ്ഞ ഒരു കിണുക്കാണ്. പാപ്പേതൊന്നും ഇട്ടേരുമോ ചോദിച്ചിങ്ങനെ നിൽക്കൂട്ടാ. ആദർശിൻ്റെ അടുത്തൊരു പ്രത്യേകത ഇഷ്ടമാണ് കേട്ടോ കുട്ടിക്ക്. പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു വാശി ഉണ്ടായിരുന്നു കേട്ടോ, വേറെ ഒന്നല്ല. ആദർശനോട് വരാൻ പറഞ്ഞിട്ട് വീട്ടിക്ക്, പാപ്പ വായോ വീട്ടിക്ക്, പാപ്പ വായോ, അതായത് സൈക്കിളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. അപ്പോൾ പാപ്പ വായോ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. മുടി വരും എന്തോ കാര്യ സാധ്യത ഉണ്ട്. തേജ പാപ്പ കല്യാണത്തിന് പോയിട്ട് വരും. നേരെ വരൂ, സത്യമായിട്ടോ. പൂരത്തിന് പോകണ്ടേ. ഈ തൊപ്പി കയറ്റിക്ക്, എനിക്ക് വണ്ടി കയറ്റാൻ പേടിയില്ല കേട്ടോ, പക്ഷെ വണ്ടി അങ്ങോട്ട് ഇറക്കാൻ കുറച്ച് പേടിയാണ്. ഇങ്ങോട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ വണ്ടി ഇറക്കും, പക്ഷെ ഇത് അവിടെ പോയിട്ടാണ് വണ്ടി ഇരിക്കണത്. അപ്പോൾ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു ഇറക്കാൻ. അപ്പോൾ ആദർശ് ഇത് ഇറക്കി കൊടുന്നിരിക്കുന്നുണ്ട്. തേജുവാണെങ്കിൽ അങ്ങനെ ചിണിങ്ങും കൊണ്ടിരിക്കുക കേട്ടോ. വായോ അച്ചച്ച വായോ, പാപ്പ വായോ, അങ്ങോട്ട് വായോ. മെയിനായിട്ട് സൈക്കിളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ വരാട്ടോ ആര്യമേമ അങ്ങനെ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണോണ്ട് പോകുമ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാട്ടോ പോയിണ്ടായിരുന്നത്. പിന്നെ പോകുമ്പോൾ മൊത്തം ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. മറ്റേ തിച്ചൂര് എത്തിയപ്പോൾ അവിടെ റോഡ് പണി നടക്കണ കാരണം ഞങ്ങൾ കുറേ വഴി വളഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ വിൻഷേട്ടൻ രാവിലെ പുലർച്ചെ 2:30-3 മണിയോട് കൂടിയിട്ട് വിൻഷേട്ടൻ വർക്ക് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 6:30 എനിക്ക് കളിക്കാൻ പോയിക്കിടുന്നു. അതാണ് വിൻഷേട്ടാ. അത്രയും കളി പ്രാന്ത് എന്ന് പറഞ്ഞ ഇമാതിരി പ്രാന്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കളിയിൽ. അപ്പോൾ വിൻഷേട്ടൻ നമ്മൾ വരുന്ന ആ റോഡിന് തന്നെ അവിടെ പണി നടക്കണ കാരണം എനിക്ക് പിന്നെ റോഡ് അറിയില്ല, പോണ വഴി അറിയില്ല കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ കളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവര് പൊറാട്ട എന്തോ വാങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് പോരാൻ പറഞ്ഞപ്പോൾ ഞാനും തേജും കൂടിയിട്ട് നേരെ അവരുടെ അടുത്തേക്ക് പോവുക ചെയ്ത്. അപ്പോൾ വിൻഷേട്ടൻ പൊറാട്ട വാങ്ങിയിട്ടാ. പിന്നെ എനിക്ക് ഇതേ ഒരു കാപ്പി ഇട്ടാ, പാൽ കാപ്പി, ഷുഗർ ഇല്ലാണ്ട് കേട്ടോ, അതും. പിന്നെ ജിഷ്ണായിട്ട് ഇതേ കട്ടൻ ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ടൈം എടുക്കൂട്ടോ അതൊക്കെ ആവാൻ. അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങൾ ഇതേ കുടിക്കുന്നുണ്ട്. തേജുവിനാണെങ്കിൽ മൂഡ് ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടില്ല. ഇപ്പോഴും ഒരു എന്താ പറയുക, ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്നത്. ആ വിഷം അങ്ങോട്ട് വിട്ടിട്ടില്ല അവർ വരാത്തതിൻ്റെ കേട്ടാ. എന്താണാവോ അങ്ങനെ വാശി പിടിക്കാറില്ല കേട്ടോ വായോ എന്നൊന്നും പറഞ്ഞിട്ട്. പക്ഷെ ഇപ്രാവശ്യം എന്താണാവോ അമ്മയ്ക്കും ഇവർക്കൊക്കെ എന്തോ പോലെ ആയിട്ട് അങ്ങനെ വായോ പറഞ്ഞ് വിളിക്കുന്നത് കണ്ടപ്പോൾ. പിന്നെ അമ്മയൊക്കെ കുറേ ആയില്ല ഇങ്ങോട്ട് വന്നിട്ടും. അതായത് ഇപ്പോൾ നമ്മുടെ ആരും ഇങ്ങനെ കിടക്കണ കാരണം അമ്മയ്ക്ക് ഇപ്പം അങ്ങനെ ഇട്ട് ഓടിയറിഞ്ഞ് വരാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മയും കുറേ നാളായിട്ട് കേട്ടോ വന്നിട്ടൊക്കെ ഇങ്ങനെ ഓടി വന്ന് പോകാനും പറ്റില്ലല്ലോ, അത്ര അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇതേ ചായയൊക്കെ കുടിച്ചിട്ട് ഇതേ ഇങ്ങനെ ഇരിക്കട്ടെ. എനിക്കാണെങ്കിൽ എൻ്റെ മുഖം കണ്ടില്ലേ, പനിയുടെ ആ ഒരു ഇതിലാണ് ഞാൻ ഇരിക്കണത്. ഞാൻ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് പനിക്കുണ്ട് തോന്നണമെന്ന്. ഞാൻ ചൂടോർക്കാൻ ആ ചായ കുടിച്ചു. പിന്നെ അതിങ്ങനെ ഇരുന്നു. പിന്നെ തേജുവിനൊരു ഉഴുന്നുവട വാങ്ങി കൊടുത്തു കേട്ടോ. വിൻഷേട്ട അവന് ഭയങ്കര ഇഷ്ടം ഉഴുന്നുവടയും കൂടി. അപ്പോൾ അതും കൂടി അവന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ നോക്കണത്. അവരുടെ ബാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ തേജപ്പൻ്റെ തോളത്ത് ഇട്ട് കൊടുത്തു. അങ്ങനെ ജിഷ്ണുവേട്ടനും നമ്മുടെ വിൻഷേട്ടനും കൂടിയിട്ട് അവർ ബുള്ളറ്റും അങ്ങനെ പോന്നു. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുക കേട്ടോ, തിച്ചൂരും. പിന്നെ നമ്മുടെ ഇവിടെ ചെറവഴി ഇറങ്ങണോടത്തും റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വേറെ ഏതൊക്കെയോ ഒരു വഴി കൂടെയൊക്കെയാണ് വീട്ടിലെത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോകുമ്പോഴും ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു. തിച്ചൂര് പണി നടക്കണ കാരണം വേറെ ഏതൊക്കെയോ ഒരു വഴി കൂടെ പോയിട്ടാണ് ഞാൻ നെല്ലുവായ ടച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുറേ വഴികൾ പഠിക്കാൻ പറ്റിയിട്ടോ. അങ്ങനെ ഇതേ വീട്ടിലൊക്കെ എത്തി. വിൻഷേട്ടൻ ഇതേ ചെടി നനയ്ക്കാണ്, തേജപ്പതേ സൈക്കിളൊക്കെ എടുത്ത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, തീരെ വെയ്യാടുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. വെയ്യായിക കുറഞ്ഞിട്ടില്ല, എനിക്ക് ആ പഴയ ഒരു വായിക്ക് രുചിയൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.